സോളാർ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ബംഗളൂരു കോടതി വിധി ബംഗളൂരുവിലെ വ്യവസായി MK കുരുവിളയെ കബളിപ്പിച്ചു എന്ന കേസിൽ ഉമ്മൻചാണ്ടി അടക്കം 6 പ്രതികൾ 1,60,00,000 6 മാസത്തിനകം നൽകണമെന്നാണ് വിധി. എന്നാൽ തന്റെ നിലപാട് കേൾക്കാതെയുള്ള വിധിയാണിതെന്ന് ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. ബംഗളൂരുവിലെ വ്യവസായിയായ MK കുരുവിളയിൽ നിന്ന് 1,30,00,000 രൂപ തട്ടിയെടുത്തു എന്ന കേസിലാണ് ഉമ്മൻചാണ്ടിക്കെതിരായ വിധി. സോളാർ പദ്ധതിയുടെ പേരിൽ ഉമ്മൻചാണ്ടിയുടെ ബന്ധു എന്ന് പരിചയപ്പെടുത്തിയ ദൽജിത്ത്, ബിനു നായർ എന്നിവർ കബളിപ്പിച്ചു എന്നാണ് കേസ്. കേന്ദ്ര സബ്സിഡി ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിയെടുത്തു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കുരുവിള പരാതി കൊടുത്തത്. 6 പ്രതികളുള്ള കേസിൽ ഉമ്മൻചാണ്ടി 5ാം പ്രതിയാണ്. നഷ്ടപ്പെട്ട തുകയുടെ 18% പലിശയടക്കം 1,60,00,000 രൂപ വാദിക്ക് നൽകണം എന്നാണ് ഉത്തരവ്. 6 മാസത്തിനകം പണം തിരികെ നൽകണം. പണമടയ്ക്കുന്നത് വൈകിയാൽ അക്കാലയളവിലേക്ക് 12% പലിശ നൽകണമെന്നും ബംഗളൂരു അഡീഷണൽ സിവിൽ ആൻഡ് സെഷൻസ് കോടതി വിധിച്ചു. 6 മാസത്തിനുള്ളിൽ പണം തിരികെ കൊടുത്തില്ലെങ്കിൽ പ്രതികളുടെ വസ്തുവകകൾ കണ്ടുകെട്ടാമെന്നും കോടതി നിർദ്ദേശിച്ചു. സോളാർ കേസുകളിൽ ഉമ്മൻചാണ്ടിക്ക് കോടതികളിൽ നിന്ന് ലഭിക്കുന്ന ആദ്യ തിരിച്ചടിയാണിത്. എന്നാൽ തന്റെ ഭാഗം കേൾക്കാതെയാണ് കോടതി വിധിയെന്ന് ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. സമൻസ് കിട്ടാത്തതിനാൽ തെളിവ് സമർപ്പിക്കാൻ അവസരം കിട്ടിയില്ല. സംഭവവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും വിധിപ്പകർപ്പ് ലഭിച്ചാലുടൻ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഉമ്മൻചാണ്ടി അറിയിച്ചു. അതേസമയം ഉമ്മൻചാണ്ടി ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ KPCC പ്രസിഡന്റ് നിലപാട് വ്യക്തമാക്കണമെന്നും VS ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.